ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു കൊഞ്ച് കറി ഉണ്ടാക്കിയല്ലോ. ബിഗിനേഴ്സിന് പറ്റിയൊരു പ്രോൺസ് കറി. ഇതിന് വേണ്ടി നമുക്ക് ഒരു 10 ചെറിയുള്ളി വേണം, 2 ഇഞ്ചി വേണം, ഒരു വലിയ തക്കാളി വേണം, പിന്നെ അതുപോലെ 2 പച്ചമുളക്, ഒരു കുറച്ച് കുടംപുളി, പിന്നെ താളിക്കാൻ വേണ്ടി ഒരു 4 ചെറിയുള്ളിയും കറിവേപ്പിലയും. പിന്നെ നമുക്ക് കുറച്ച് മസാലാസ് ഉണ്ട്, പിന്നെ ഒരു പിടി തേങ്ങ നമുക്ക് ആദ്യം അരച്ചെടുക്കണം. ഒരു 2 ചെറിയുള്ളി ഇട്ട് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളം വെച്ചിട്ടാണ് ഈ തേങ്ങയുടെ അരപ്പ് അരച്ചെടുക്കുന്നത്. ഇനി നമ്മളത് ഒരു സൈഡ് മാറ്റി വെച്ച ശേഷം ഒരു മൺചട്ടി എടുക്കുക. മൺചട്ടിയിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ഇതിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മളൊരു കുറച്ച് പിടി ഉലുവ ഇടാം. ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇടാം. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് എത്രത്തോളം നമ്മൾ വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. സോ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളതിലേക്ക് തക്കാളി, നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി, പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ. നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ടീസ്പൂണിൻ്റെ കണക്കാണ് പറയുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി വേണമെങ്കിലും നമ്മുടെ നോർമൽ മുളക് പൊടിയും നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മുടെ കുടംപുളി ചേർക്കണം. എനിക്കിവിടെ കിട്ടുന്ന കുടംപുളി നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ 3 കഷ്ണം എടുത്തുള്ളൂ. പുളിക്കനുസരിച്ച് നമ്മൾ കുടംപുളി ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ അത് ഒഴിക്കുക. പിന്നെ എക്സ്ട്രാ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചുടുവെള്ളം ഒഴിക്കുന്നതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ആ തിള വരുന്ന സമയത്ത് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസ് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രോൺസിൻ്റെ വേവ് അനുസരിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണേ. നല്ലപോലെ നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ചെറിയുള്ളിയുടെയും അരപ്പില്ലേ, ആ അരപ്പാണ് ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കാം. ഇനി താളിക്കാൻ വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കുക. ചീനച്ചട്ടി ചൂടായ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിടുക. നമ്മൾ നേരത്തെ താളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പ്രോൺസ് ഗ്രേവിയിലേക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോ നമ്മുടെ ഈസി പ്രോൺസ് കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചോറിനോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ്സ് ചെയ്യാം.